സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അംബരീഷൻ വളരെയേറെ ഭക്തനായിട്ട് സർവ്വശരീരവും ജീവിതത്തിലത്തെ പ്രവൃത്തികളും ഈശ്വരഭജനത്തിനായിക്കൊണ്ട് കേൾക്കുക, ഈശ്വര കഥകൾ കേൾക്കുക, പാട്ടച്ച ഈശ്വര കഥകൾ കേൾക്കുക, പാട്ട് പൂവച്ച അമ്പലത്തിലേക്ക് പോവുക, കാലുകൊണ്ടാണ് വെച്ചാൽ പ്രദക്ഷിണം വയ്ക്കുക, കൈകൊണ്ട് വെച്ചാൽ ഈശ്വരനെ ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുക, എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈശ്വര മഹാത്മ്യം പറയുക. സർവശരീരവും ആ ഈശ്വരനെ ഉദ്ദേശിച്ച് മാത്രം ജീവിച്ചു എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം 3. സദ്വാദശി പ്രഥമതോപവതർച്ചനാർത്ഥം വർഷം ദദോ മധുവനെ യമുനോപകണ്ഠേ പത്നിയാ സമം സുമനസാമഗതിം വിധന്വൻ പൂജാം ദിജേഷു വിധിജൻ പശുഷഷ്ടികോടിം. അഥോ സ ഭവദർശനാർത്ഥം, അങ്ങയെ ആരാധിക്കാനായിട്ട്, മധുവനെ യമുനാ തീരത്തുള്ളതായ മധുവനം എന്ന സ്ഥലത്ത്, സുമനസ പത്നിയ സത്സ്വഭാവിയായിട്ടുള്ള പത്നിയോട് കൂടിയിട്ട് വലിയൊരു പൂജയിൽ ഏർപ്പെട്ടു. മഹതീം പൂജാം വിധന്നൻ ദിജേഷു പശുഷഷ്ടി കോടി, ആ കർമ്മത്തിൽ എത്രയോ പശുക്കളെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. 60 കോടി പശുദാനം എന്നാണ് ഇവിടെ പറഞ്ഞത്. അനവധി എന്നർത്ഥമേ ഉള്ളൂ. അനവധി പശുക്കളെ ദാനം ചെയ്തു ബ്രാഹ്മണർക്ക്. വലിയൊരു വിശിഷ്ടദാനമാണ്. പണ്ട് പശുദാനം ചെയ്താൽ പോവാത്ത പാപമൊന്നുമില്ല എന്നാണ്. ഏകദേശം പാപങ്ങളൊക്കെ ഈ പശുവായിട്ട് തന്നെ ദാനം വേണം കേട്ടോ. ഒരു തോർത്തും കൊടുക്കുക, 5.25 ഉറുപ്പിയും കൊടുക്കുക, അത് അപ്പോഴത്തെ പശുദാനം. തിരുമേനി ഒരു പശുദാനം ഒന്ന് വരുമോ? ഒരു മുണ്ടും കൊടുത്ത്, ഒന്നിനും കൊള്ളാത്ത മുണ്ടും കൊടുക്കുക, 5.25 ഉറുപ്പിയും കൊടുക്കുക. എപ്പോഴത്തെ പശുദാനം അങ്ങനെയാണ്. അതൊന്നും പശുദാനം ആവില്ല. പശുദാനത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ പശുവിനെ തന്നെ കൊടുക്കണം. അത് കുട്ടിയോട് കൂടിയ പശുവാവണം, ചെറുപ്പുള്ള പശുവാവണം. അപ്പം നിയമമുണ്ട്. പണ്ട് കറവ് പറ്റിയ പശുവിനെ കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ ചവിട്ടും കുത്തും ദുസ്വഭാവങ്ങളും ഇല്ലാത്ത പശുവായിരിക്കണം. ചവിട്ടയാൾ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. സൽസ്വഭാവം ഉള്ളതായിരിക്കണം. ന്യായാർജിത, സൽഗതിയിൽ നല്ല രീതിയിൽ സമ്പാദിച്ചതാവണം. മറ്റൊരാളെ ഉപദ്രവിച്ചിട്ടോ അർഹതയില്ലാത്ത പൈസ കൊണ്ടോ വാങ്ങിയ പശു, തട്ടിപ്പറിച്ചിട്ടോ അങ്ങനത്തെ പൈസ കൊണ്ട് കൊടുത്ത പശു കൊടുത്ത ആളും നേരെയാവില്ല, വാങ്ങിയ ആളും നേരെയാവില്ല. അപ്പോൾ ന്യായാർജിത, ന്യായമായിട്ട് ആർജിക്കപ്പെട്ട പശുക്കളെ, ഒരു തെറ്റായ വഴിയിൽ കൂടെ അല്ലാത്ത നേടിയ പശുക്കളെ. സ്വർണം കൊണ്ട് കൊമ്പ് കെട്ടിച്ച് കുളമ്പ് കൊണ്ട് വെള്ളി കെട്ടിക്കണം. എന്താ? പശുവിനെ നോക്കാനുള്ള ചിലവ് ഈ ബ്രാഹ്മണന് ഉണ്ടാവരുത് എന്ന് അത്രയും ഉദ്ദേശം. പണ്ടത്തൊക്കെ ഓരോ ആശയങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ദരിദ്രനായിരിക്കുന്ന ബ്രാഹ്മണർക്ക് കൊടുക്കണം, സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കിയിട്ട് ദിജേഷു പശുഷഷ്ടി കോടി, ആ 60,000 കോടി പശുക്കളെ, 60 കോടി പശുക്കളെ അംബരീഷൻ ദാനം ചെയ്തു. വർഷം ദ്വാദശി വ്രതം ദദോ, ദ്വാദശി വ്രതത്തെ അനുഷ്ഠിച്ചു. എന്താ ഏകാദശി എന്ന് പറയാതിരുന്നത്? ഏകാദശി നോക്കുമ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന്, പിറ്റേ ദിവസം ദ്വാദശി വരണ വിധത്തിൽ തലേ ദിവസം നോൽക്കുക. തലേ ദിവസം ഏകാദശി ഉണ്ടാവണം നിർബന്ധമില്ല. പിറ്റേ ദിവസത്തെ ദ്വാദശിക്കാണ് പ്രാധാന്യം. അപ്പോൾ ചിലപ്പോൾ തലേ ദിവസം ഏകാദശി ഉണ്ടാവണം എന്നില്ല എന്നാണ്. അംബരീഷ പക്ഷപ്രകാരം അങ്ങനെയാണ്. രുക്മാംഗതൻ്റെ പക്ഷപ്രകാരം നേരെ തിരിച്ചാണ്. ഏകാദശി എന്നുണ്ടോ അന്നെടുക്കണം. രുക്മാംഗതൻ്റെ പക്ഷപ്രകാരമാണ് അത്. ഇവർ രണ്ടാളുമാണ് വലിയ വിഷ്ണു ഭക്തന്മാർ. ഏതും എടുക്കാം, നമ്മുടെ സൗകര്യം ഏത് വേണമെങ്കിലും എടുക്കാം, ഏതാഷ്ടച്ചെടുക്കാം. അംബരീഷ പക്ഷപ്രകാരം ദ്വാദശിക്കാണ് പ്രാധാന്യം. ഇവിടെ പറഞ്ഞത് തന്നെ അതാണ്. ദ്വാദശി വ്രതം ദദോ, ഏകാദശി വ്രതം ദദോ എന്ന് പറഞ്ഞില്ല. ഏകാദശിയുടെ തലേ ദിവസം നോൽക്കുക. ദ്വാദശി ദിവസത്തിൻ്റെ തലേ ദിവസം കേട്ടോ, ദ്വാദശി ദിവസമല്ല നോൽക്കുക.
ദ്വാദശിയുടെ തലേ ദിവസം നോൽക്കുക. അതാണ് അംബരീഷപക്ഷം. ഏകാദശി ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ ഏകാദശി നാളെ ഉണ്ടാവില്ലല്ലോ, അങ്ങനെ വരാമല്ലോ, കുഴപ്പമില്ല എന്നാണ്. ദ്വാദശിയുടെ തലേ ദിവസമാണ് എടുക്കേണ്ടത്. ഏകാദശി ഉണ്ടോ ഇല്ലേ നോക്കണ്ട. എന്നാൽ രുക്മാംഗത പക്ഷപ്രകാരം ഏകാദശി നോക്കണം. ഏകാദശി ദിവസമാണ് നോൽക്കേണ്ടത്. പിറ്റേ ദിവസത്തെ ദ്വാദശി അവിടെ വിഷയമല്ല. രണ്ട് സമ്പ്രദായം എന്നേലും ഉന്നത് ശരിയെന്ന് തെറ്റേന്നില്ല. അപ്പോൾ ഇവിടെ ദ്വാദശി വ്രതം തന്നെ വേറെ എടുത്തു പറഞ്ഞു. ദ്വാദശി വ്രതം പത്നിയ ദ്വാദശി വ്രതമതോ ഭവദർച്ചനാർത്ഥം. ദ്വാദശി വ്രതം അന്ന് സദ്യ വേണം താനും. ഏകാദശി ദിവസം ഫുള്ള് പട്ടിണി കിടന്ന് ദ്വാദശി ദിവസം ബ്രാഹ്മണർക്ക് സദ്യ ബ്രാഹ്മണ ഭോജനം നടത്തിയാലേ ഏകാദശി പൂർണ്ണമാവുള്ളൂ, അല്ലെങ്കിൽ ഫലമില്ല. ആർക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊടുക്കണം. പരീക്ഷാപക്ഷം സ്വീകരിക്കുന്നവർക്ക് ചിലവുണ്ട്. ഏകാദശിയുടെ നാൾ നോക്കി ചെയ്താൽ ആ പ്രശ്നമില്ല. ഏകാദശിയുടെ നാൾ മാത്രം നോക്കി ചെയ്താൽ പിറ്റേ ദിവസം സദ്യ നിർബന്ധമല്ല. അംബരീഷ പക്ഷപ്രകാരം ദ്വാദശിക്കാണ് പ്രാധാന്യമെങ്കിൽ ഭക്ഷണം ആർക്കെങ്കിലും കൊടുത്തേ പറ്റൂ. അത് ആർക്ക് കൊടുക്കണം? വിഷമിക്കണവർക്ക് കൊടുക്കണം. നമ്മുടെ സ്റ്റാറ്റസിലുള്ളവർക്ക് സദ്യ ഉണ്ടട്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ആർക്കാണ് ഭക്ഷണം വേണ്ടത് അവർക്ക് കൊടുക്കണം. അതിനാണ് ദ്വാദശി വ്രതം. ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവന് 3 നേരം പട്ടിണി കിടന്ന് തലേ ദിവസം വൈകുന്നേരം പട്ടിണി കിടന്ന് പിറ്റേ ദിവസം രാവിലെയും പട്ടിണി കിടക്കണം. 5 നേരം ഉളവാവുന്നതാണ് ഏകാദശി വ്രതം. ഒരു ദിവസം 3 നേരം, തലേ ദിവസം വൈകുന്നേരം, പിറ്റേ ദിവസം രാവിലെയും ഉപവാസം എടുക്കണം. ഒന്നും കഴിക്കരുത്. ശുദ്ധോപവാസത്തിന് അതിനാണ് ശരിക്കും പറയുക വെച്ചാൽ ഏകാദശി ഹരിവാസരങ്ങൾ എന്ന് പറയുന്നതിന്. ഇപ്പോൾ പാട്ടിലേ ഉള്ളൂ ഹരിവാസരങ്ങളെ. അങ്ങനെ ആരെങ്കിലും ഏകാദശി നോക്കുന്നുണ്ടോ? ഏകാദശിക്ക് ഗംഭീരമായിട്ട് 25 ചപ്പാത്തി, 4 നേന്ത്രപ്പഴവും 2 ഗ്ലാസ് പാലും കഴിക്കും. ചോറ് വേണ്ടാട്ടോ എന്നും പറയും. ഈ ചോറ് വേണ്ടാച്ചുകൊണ്ട് ഏകാദശി ആവില്ല. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഏകാദശി എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് കേട്ടോ. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി. വേണ്ടാത്തത് കേൾക്കരുത്, വേണ്ടാത്തത് കാണരുത്. വേണ്ടത് കാണണം, വേണ്ടത് കേൾക്കും വേണം. നാമം ജപിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും ആ ഈശ്വരപരമായിട്ട് നയിക്കുന്നതിനെയാണ് ശരിക്കും ഏകാദശി എന്ന് പറയുക. അല്ലാതെ ഭക്ഷണം ഗോതമ്പാക്കണതിന് ഒരു പ്രാധാന്യവും ഇല്ല, യാതൊരു പ്രാധാന്യവും ഇല്ല. 2 പഴമോ കുറച്ച് വെള്ളമോ കഴിച്ചതുകൊണ്ടും കുഴപ്പമില്ല. 1/2 ഗ്ലാസ് കഞ്ഞി കഴിച്ചതുകൊണ്ട് ഏകാദശിയുടെ ബലം പോവില്ല. നമ്മുടെ തെറ്റിദ്ധാരണ ഇതൊക്കെ ഈ ബാഹ്യത്തിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ചിലർ തീർത്ഥം പോലും കഴിക്കില്ല. എന്താ പറയുക, അതിൽ അക്ഷത ഇടും. അപ്പോൾ അരിയുടെ സ്പർശം. ഇതൊക്കെ എത്ര വിഡ്ഢിത്തരാണ്, ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ തീർത്ഥം കഴിച്ചാൽ ഏതെങ്കിലും വ്രതത്തിൻ്റെ ബലം പോവോ? ഈ തീർത്ഥം കഴിക്കേണ്ട കേട്ടോ ഒന്ന് ഏകാദശിയാണ്. ഈ ഭക്ഷണത്തിൽ ഉള്ള വ്യത്യാസം മാത്രമല്ല ഏകാദശി. ആത്മീയ അനുഷ്ഠാനമുള്ള ഒരാൾക്ക് എന്നും ഏകാദശി ആവണം. എന്നും ഏകാദശി തന്നെയാണ്. 11 ഇന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്. കോപിക്കരുത്, വേണ്ടാത്തത് പറയരുത്, മറ്റൊരാളെ വേദനിപ്പിക്കരുത്. അധിക ഭക്ഷണം എന്നും ശരിയല്ല. ഏകാദശി മാത്രമല്ല, എന്നും മിതാഹാരേ പാടൂ. നിറച്ചാണ്ട് കഴിക്കുന്നത് ശരിയല്ല എന്നാണ്. എന്നും ഏകാദശിയല്ലേ. അപ്പം എന്താണ് ഏകാദശി എന്ന് പറഞ്ഞാൽ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി, കയ്യ്, കാല്, വാക്ക്, വായു, ഉപസ്ഥം പ്ലസ് മനസ്സ്. ഇതാണ് 11. അങ്ങനെ ഇദ്ദേഹം പശുക്കളെ ദാനം ചെയ്തു. ഏകാദശി മുടങ്ങാതെ ചെയ്യത്രേ. ഇവിടെ പറയുന്നുണ്ട് മാർഗശീർഷ മാസത്തിൽ തുടങ്ങിയിട്ട്. മാർഗശീർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ വൃശ്ചിക മാസം, കൃത്യം വൃശ്ചിക അല്ല കേട്ടോ, ഇത് വേറെ മാസങ്ങളാണ്, മലയാള മാസമല്ല. മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം, ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, പ്രോഷ്ഠപദം, അശ്വിനം, കാർത്തികം. ഈ 12 മാസപ്രകാരം ഭഗവാന്റെ 12 രൂപത്തെ ഉപാസിക്കണം. ആദ്യത്തെ മാസത്തിൽ കേശവായ നമ എന്നാണ് ജപിക്കേണ്ടത്. പിന്നെ നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണവേ നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഋഷികേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ.
ഇതിനെയാണ് ദ്വാദശ നാമങ്ങൾ എന്ന് പറയുക. 12 ഏകാദശി വേണ്ടു ഈ സിസ്റ്റപ്രകാരം കേട്ടോ. ഏകാദശി 24 ഉണ്ട്, ചില കൊല്ലം 25 വരും. നാളിൻ്റെ ഏറ്റക്കുറച്ചിൽ 3 ദിവസം കുറവാണ്, 27 ദിവസം കണക്കാക്കുമ്പോഴേ ഇപ്പോൾ 13, 27 ഒരു ഏകാദശി അധികം കൂട്ടി 27 ഏകാദശി വരും ഒരു കൊല്ലം എന്നാണ് പറയുക. അതിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ 12 മാസത്തിൽ ഒന്നാണ് പറഞ്ഞത്. ഈ സമ്പ്രദായ പ്രകാരം പല സമ്പ്രദായങ്ങളാണ്. 24 ഏകാദശി നോൽക്കണവരുണ്ട് ഒരു കൊല്ലത്തിൽ. അതിനൊക്കെ ഓരോ പേരുമുണ്ട്, ഓരോ ഫലമുണ്ട്. പറയാച്ച ഒരുപാട് പറയാനുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനത്തെ സമ്പ്രദായത്തിലാണ് അംബരീഷൻ ഏകാദശി നോറ്റത്. കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ. ഓരോ മാസത്തിൽ ഓരോ രൂപത്തിൽ ഭഗവാനെ ആരാധിച്ചു. ഒന്നും തന്നെ കഴിച്ചില്ല. നീ പറയണ തത്രാത പാരണദിനെ ഭവദർച്ചനാം ദേ ദുർവാസസ്യ മുനിനാ ഭവനം പ്രഭേദേ ഭോക്തം പൃതശ്ചനുബേന പരാർത്തിശീലോ പന്തഞ്ജഗാമയമുനാം നിയമാൻ വിദാസ്യൻ. 12 ദിവസം പാരണ കഴിച്ചിട്ടാണ് ഏകാദശി അവസാനിപ്പിക്കുക. അരി, അതുപോലെ തന്നെ വെള്ളം, തുളസി ഇതൊക്കെ കഴിച്ച്, വെണ്ണ കഴിച്ച്, അരി കഴിച്ച് തുടങ്ങുക. അപ്പോൾ എന്തായി? ഏകാദശി കഴിഞ്ഞു എന്നർത്ഥം. അതിനാണ് പാരണ കഴിക്കുക. ഇതൊന്നും ഇന്നത്തെ ആൾക്കാരൊക്കെ അറിയുന്നില്ല എന്താണ് ഇപ്പോൾ ഈ പാരണ. കൃത്യമായിട്ട് അതിന് മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തത്തിൽ അവസാനിപ്പിക്കും വേണം. തുടങ്ങാനും അവസാനിപ്പിക്കലും ഒക്കെ മുഹൂർത്തത്തിലാണ് നോക്കുക. അങ്ങനെ പാരണ കഴിക്കാൻ പുറപ്പെട്ടാൽ ആ സമയത്ത് ഒരു അതിഥി വീട്ടിൽ വന്നാൽ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയിട്ടേ പാരണ ചെയ്യാവൂ. ഇത് പണ്ടത്തെ നിയമമാണ്. അവിടെ ദുർവാസാവ് ആ സമയത്ത് കയറി വന്നു. ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രഭേദേ. ഈ അപകടമായിട്ടുള്ള സ്ഥലത്ത് വന്നു ചേരാൻ ചിലർക്ക് ഒരു പ്രത്യേക പ്രവണത ഉണ്ടാവും ഇല്ലേ? അവിടെ ഇയാൾ വന്നില്ലെങ്കിൽ ഭംഗിയാവും, പക്ഷെ അവിടെ വന്നാൽ ബദ്ധാക്കുക. ചില ആൾക്കാർ നേരെ തിരിച്ചാ, നല്ല സമയത്ത് വന്നു കേട്ടോ, നന്നായി. രാശിയുള്ളവരൊക്കെ അങ്ങനെയാണ്, വേണ്ട സമയത്താണ് എത്തുക ചെയ്യുക. നന്നായി, എന്തായാലും ഇത്രയാണ് വൈകിയ വെറുതെ ഇരുന്നു തൻ്റെ വരവ്. ആ കൃത്യസമയത്ത് തന്നെ എത്തിയതുകൊണ്ടോ ശുഭായി. അങ്ങനെയുണ്ട് ആൾക്കാർ. ഈ ദുർവാസാവ് ലേശൊരു ഏടാകൂടുണ്ട് അപകടം. അതുകൊണ്ട് ഈ പാരണ അത് കഴിഞ്ഞാൽ അത് ഭംഗിയായിരുന്നു, അപ്പോഴൊക്കെ അവിടെ വന്നു. അപ്പോൾ ഭക്ഷണം കൊടുക്കണമല്ലോ, മഹർഷിയാണോ അല്ലെങ്കിൽ ശപിക്കും. ദുർവാസാവിനാച്ചാൽ ദേഷ്യ. ദുർവാസാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏതൊരാളുടെ കൂടെ വസിക്കാനാണോ വിഷമമുള്ളത് ആ പേരെന്നെ വന്നത്. സ ദുർവാസ, കൂടെ കഴിയാൻ മഹാബുദ്ധിമുട്ടുള്ളവൻ. ദുർവാസ പേരിൻ്റെ അർത്ഥം തന്നെ അതാ. ഭോക്തം വൃതശ്ച നൃപേണ പരാർത്തിശീലോ. കണ്ടോ, ദുർവാസ ആ വാക്കിൻ്റെ അർത്ഥം പരാർത്തിശീലോ. മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ചില ആളുകളുണ്ട് ഇവിടെ ഈ ലോകത്തിൽ. ഇംഗ്ലീഷിൽ സാഡിസ്റ്റ്സ് എന്ന് പറയും. അവരാണ് ഈ പാലം പൊട്ടിക്കുക, അനവധി വണ്ടിയിലത്തെ ആൾക്കാർ മരിച്ചത്. എന്താ അവർക്ക് കിട്ടണം ആലോചിച്ച് നോക്കൂ. ഈ ചെയ്തവർക്ക് വല്ലതും കിട്ടണ്ടോ? പക്ഷെ അതിൽ സന്തോഷിക്കുക, അത്രയും ആൾ മരിച്ചത് കണ്ടിട്ട് സന്തോഷിക്കുക. മഹർഷി അത്രത്തോളം കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞില്ല അവിടെ. എന്നാലും ലേശൊരു അപകടക്കാരനാണ്. പരാർത്തിശീലോ, മറ്റൊരാളുടെ ദുഃഖത്തിൽ വിഷമിക്കാത്തവൻ ആണല്ലോ. അവിടെ എത്തി. മന്ദം ജഗാമയമുനാം നിയമാൻ വിദാസ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? അംബരീഷൻ മുനെ, എനിക്കിവിടെ ഏകാദശി കഴിയാറായി, അങ്ങ് ഭിക്ഷ സ്വീകരിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദുർവാസാവ് യമുനയിലേക്ക് കുളിക്കാനാണ് പോയത്. കുളിച്ചിട്ട് വരാം, ഇയാൾക്കിപ്പോൾ പാരണ കഴിക്കാറായി എന്നൊക്കെ ദുർവാസാവ് ചിന്തിക്കണ്ടേ. പാരണ എപ്പോഴാണ് മുഹൂർത്തം എന്നൊന്നും ചോദിക്കില്ലേ? അതിൻ്റെ ഒരു മര്യാദ. സമയമായോ? അതൊന്നും ചോദിക്കാൻ നിൽക്കാണ്ട് ഞാൻ കുളിച്ചു വരാം എന്നും പറഞ്ഞ് മന്ദൻ ജഗാമ യമുനാം, യമുനാ നദിയിലേക്കൊണ്ട് പോയി നേരെ ഇങ്ങനെ ഒഴുകുകയാണ്. അവിടെ ഈ സമയത്തിന് വിലയില്ലാണ്ട്, വേറെ ആളുടെ വിഷമത്തിന് വിലയില്ലാണ്ട് നേരം വഴുകി കുളിക്കണവരുണ്ട്. നേരായി 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 എന്ന് പറഞ്ഞാൽ അവരുടെ താളത്തിനെ അവർ പോകുള്ളൂ അല്ലേ? ശരിക്കും അതല്ലല്ലോ അതിൻ്റെ ശരി. എന്നാൽ ശരി, വേഗമാവാം. ഇവിടെ മന്ദ അങ്ങനത്തെ ദുർവാസാകളെ മന്ദഞ്ജഗാമയമുനാം നിയമാൻ വിദാസ്യൻ. നിയമാൻ കുളി ദേവാരം മുതലായിട്ടുള്ള നിയമങ്ങളെ ആചരിച്ച് നേരെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി.
അംബരീഷനാണെച്ചാലോ ഈ പാരണ കഴിഞ്ഞാൽ തൻ്റെ ഏകാദശി വെറുതെയായി, പരിഭ്രമിക്കാൻ തുടങ്ങി എന്നും പറഞ്ഞുകൊടുത്താണ് ആ ശ്ലോകം അവിടെ നിർത്തുന്നത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.